ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന 10 ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ലൈഫ് വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും എനിക്ക് എടുത്തു വയ്ക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു കുഞ്ഞു ഹാക്സൊക്കെ ഞാൻ ട്രൈ ചെയ്യുമ്പോഴാണ് എനിക്ക് എന്നെ തന്നെ എൻ്റെ ലൈഫും കൺട്രോൾ ചെയ്യാനായിട്ടും എനിക്ക് പറ്റാറുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ടിപ്സിലോട്ട് പോകാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും ആ ജോലിയിലേക്ക് പരമാവധി കോൺസെൻട്രേഷൻ ആ ഒരു ജോലിയിലേക്ക് തന്നെ കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ആ കുക്കിംഗ് ചെയ്യുന്ന പ്രോസസ്സിൽ കൂടുതൽ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കുക. അപ്പോഴാണ് ആ ഭക്ഷണം വയ്ക്കുന്നതിൻ്റെ കുറച്ചും കൂടി ടേസ്റ്റും കാര്യങ്ങളും നമ്മൾ മനസ്സറിഞ്ഞ് ഉണ്ടാക്കുന്നത് കൊണ്ട്. കുക്കിംഗ് മാത്രമല്ല കേട്ടോ, ഏതൊരു ജോലി ആയാലും നമ്മൾ പുറത്ത് പോയി വർക്ക് ചെയ്യണമെങ്കിലും വീട്ടിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഫുൾ നമ്മുടെ മൈൻഡ് അതിലേക്ക് ഉണ്ടായാലാണ് അത് നല്ല രീതിക്ക് വരുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നവരാണെങ്കിൽ, അമിതമായി ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജോലികൾ ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലായിരിക്കില്ല, മറ്റു പല കാര്യങ്ങളിലും നമ്മുടെ മൈൻഡ് ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പ്രോബ്ലം അവോയ്ഡ് ആക്കാനായിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക. ഓക്കെ, പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നിട്ട് അന്നത്തെ ദിവസത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാനൊക്കെ ഉള്ളത് ആ ഒരു അരമണിക്കൂർ ഇരുന്ന് ചിന്തിച്ച് കൂട്ടുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ കുറച്ച് ഐഡിയാസൊക്കെ വരുമല്ലോ, അത് മനസ്സിൽ വെക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെക്കുറിച്ചും നാളത്തെക്കുറിച്ചും ഓവറായിട്ടുള്ള ആ കുറേ ചിന്തകൾ ഒഴിവാക്കുകയും ചെയ്യുന്ന കാര്യം കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാനായിട്ട് ആ ഒരു രാവിലത്തെ അരമണിക്കൂറത്തെ ആ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് എന്നൊക്കെ പറയും, നമ്മൾ ഇരുന്ന് നമ്മുടെ മനസ്സിലെ ചിന്തകളെല്ലാം ഒന്ന് പുറത്തോട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ ഈ ഓവർ തിങ്കിങ് അവോയ്ഡ് ആക്കാൻ അത് സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പാട്ട് കേൾക്കുക, അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കുക. ആ സമയത്താണ് ഞാൻ എൻ്റെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, ഫോൺ എനിക്ക് ഫുൾ ടൈം ചെക്ക് ചെയ്തിരിക്കാനൊന്നും പറ്റില്ല. മെയിനായിട്ടും വീട്ടിലെ കാര്യങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ വീഡിയോയുടെ പണികളും ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കിട്ടാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പ്ലേ ചെയ്ത് വെച്ചിട്ടാണ് ജോലികൾ ചെയ്യാറ്. നമ്മുടെ ഫോൺ വെക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ഒരു ഫോൺ ഹോൾഡറോ അത് സേഫായിട്ടിരിക്കുന്ന ഒരു പ്ലേസ്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കുക്കിംഗ് ഈസി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ എപ്പോഴും പറയാറുണ്ട് അത്. ഞാൻ കൂടുതലും ഇപ്പോഴും യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലും ഇരുമ്പ് പാത്രങ്ങളുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം തന്നെ ഇൻഡസ് വാലി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഹെൽത്തി കുക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. നല്ല ക്വാളിറ്റി പാത്രങ്ങളാണ്. നമ്മൾ ഒരു പാത്രം വരെ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് അത് പാത്രമേ വാങ്ങേണ്ട കാര്യമില്ല, അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇരുമ്പ് പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അത് വാഷ് ചെയ്ത് എടുത്ത് വെക്കുമ്പോൾ അതിൽ ഓയിൽ തടവിയിട്ട് വേണം വയ്ക്കാൻ. ഉപയോഗിക്കുന്നതിന് മുൻപും വാഷ് ചെയ്ത് ഓയിൽ തടവിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. കാരണം വെള്ളത്തിൻ്റെ അംശം ഇരുമ്പ് പാത്രങ്ങൾ ഇരിക്കുമ്പോൾ അതിൽ തുരുമ്പ് പോലെ വരും. അപ്പോൾ നമ്മൾ പേടിക്കുക എന്താണ് അത് കേടായുമെന്ന്. പക്ഷേ അതെപ്പോഴും ഓയിൽ തടവിയിട്ട് വേണം ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കാൻ. അതുപോലെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അതിലിങ്ങനെ വെച്ചിട്ട് രാവിലെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച് ഉച്ചയാകുമ്പോഴേക്കും എടുക്കാൻ വരുമ്പോഴേക്കും ഒരു ഇരുമ്പ് സത്തിൻ്റെ ഒരു ടേസ്റ്റ് അതിലേക്ക് വരും. ചിലർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് വേറൊരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ഹെൽത്തി കുക്ക് വെയർ ഒക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇൻഡസ് വാലി എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുക. അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എനിക്കതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായതെപ്പോഴാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടേ ഒരുമിച്ചാണ് ഞങ്ങൾ. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ ചേട്ടൻ എനിക്കൊക്കെ ചെയ്തു തരാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊന്നും ഞാൻ പഠിക്കാനായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് ചേട്ടനെ പുറത്തും ഞാൻ നാട്ടിലും സെറ്റിലായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആണല്ലോ നിന്നത് കുറച്ച് നാളുകൾ. അങ്ങനെ നിന്നപ്പോഴാണ് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പഠിച്ചത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിലേറ്റവും എനിക്ക് സന്തോഷം തോന്നിയത് ഞാൻ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചതാണ്. കാരണം ഞാൻ ചേട്ടൻ്റെ കൂടെ ഒരുമിച്ച് നിന്ന സമയത്താണെങ്കിൽ ഒരിക്കലും ഞാൻ പഠിക്കില്ലായിരുന്നു. കാരണം ചേട്ടനുണ്ടല്ലോ, പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു ചിന്താഗതിയായിരുന്നു എനിക്ക്. പക്ഷേ നമ്മളെ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആക്കുന്ന, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും മടി പിടിച്ചിട്ടും അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യാനുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല, നമ്മൾ ഒരിക്കലും അത് പഠിക്കില്ല. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയുന്ന കാര്യങ്ങൾ അത് ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ വീട്ടിലൊന്നൊരു ബൾബ് മാറ്റണം, അല്ലെങ്കിൽ ഗ്യാസ് ഒന്ന് നമുക്ക് ഫിക്സ് ചെയ്യണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ ചെയ്യാൻ പറ്റുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു അച്ചീവ്മെൻറ്റ് പോലെ ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഹെൽപ്പ് ചോദിക്കേണ്ടതെന്നല്ല, എല്ലാ പണിയും തല്ലെടുത്ത് വെക്കണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ
നമ്മൾ പുറത്തായാലും വീട്ടിലായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചെടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ഏതൊരു ഐറ്റം എടുക്കുമ്പോഴും വീട്ടിൽ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കര മടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ, എനിക്ക് പൊതുവേ എടുത്തൊരു ഐറ്റം തിരിച്ച് അതാത് സ്ഥാനത്തോട്ട് ഞാൻ പലപ്പോഴും വയ്ക്കാൻ മിസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ഐറ്റം എടുത്തു കഴിഞ്ഞാൽ അതോട്ടനെ തന്നെ തിരിച്ച് അതിൻ്റെ സ്ഥാനത്തോട്ട് വയ്ക്കുക. ഉപയോഗം കഴിഞ്ഞാൽ നമ്മളത് പിന്നെ വെക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ട് പോകുമ്പോൾ നമ്മളത് എടുത്ത് വെക്കുകയില്ല. എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ വീട് എത്ര ഓർഗനൈസ്ഡ് ആക്കി വെച്ചാലും ഓർഗനൈസിങ് ഒക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്യും, പക്ഷേ തിരിച്ച് ഐറ്റംസ് അവിടേക്ക് തന്നെ എത്തണം. അപ്പോഴാണ് ആവശ്യമുള്ള സമയത്ത് നമുക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ, എടുത്ത് വയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ അവിടെ ഫുൾ അലങ്കോലമായിട്ടുണ്ടാകും. രണ്ടാമത് നമുക്കത് എടുത്ത് വെക്കാൻ ഒട്ടും തന്നെ ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് എടുത്ത ഐറ്റംസ് ഉടനെ തന്നെ അതിൻ്റെ സ്ഥലത്തോട്ട് വെച്ചാൽ, ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് വെച്ചാൽ അത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും ലൈഫ് ഈസി ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പണ്ടത്തെ ഒരു സൊസൈറ്റിയിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഹസ്ബൻഡ് ജോലിക്ക് പോകും, വൈഫ് കൂടുതൽ പേരും വീട്ടമ്മമാരായിരുന്നു, കുറേ സ്ത്രീകൾ ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, എന്നിരുന്നാലും അങ്ങനെയൊക്കെ ആയിരുന്നപ്പോഴും സ്ത്രീകൾക്ക് ഒരുപാട് ഡ്യൂട്ടീസ് വീട്ടിൽ ചെയ്യാനായിട്ടുണ്ടായിരിക്കും, വീട്ടിൽ ഒരുപാട് ജോലികൾ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ കാലം ഒരുപാട് മാറി. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തന്നെ വർക്കിംഗ് ആണ്. എല്ലാവരും അവരുടെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റി ഡിവൈഡ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പല വീട്ടിലും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കുറേ വീടുകൾ, എന്നാലും ചിലവരെങ്കിലും അങ്ങനെ ചെയ്യാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം വിചാരിക്കേണ്ടത്, നമ്മളൊരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫാമിലി ആയിട്ട്, നമ്മുടെ മക്കളുമായിട്ട് ഒരുമിച്ചിരുന്ന് ഒരു ഡിസ്കഷൻ വെക്കുക. ഓക്കെ, നമ്മൾ ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ്, ഇന്ന ജോലികൾ ഇന്ന വ്യക്തികൾ ചെയ്യണം. അത് ഓരോരുത്തരുടെ ജോലിയുടെ അനുസരിച്ചും വീട്ടിൽ വരുന്ന ടൈമിംഗ് അനുസരിച്ചും നമ്മുടെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്താണ് എന്നിങ്ങനെ നോക്കി നമ്മൾ ഡിസൈഡ് ചെയ്യണം. ചിലപ്പോൾ അത് പറയുന്ന സമയത്ത് പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നിരുന്നാലും അത് സ്ലോലി ആ ഒരു മെത്തേഡിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഒരു വ്യക്തി മാത്രം വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് പ്രഷറും ടെൻഷനും വരുത്തുന്നത് ഒരിക്കലും ഒരു നല്ല ഫാമിലിയിൽ വരുന്നൊരു കാര്യമല്ല. കുറേ പേരെങ്കിലും ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസിൻ്റെ, കേബിൾ, അതുപോലെ ടെലിഫോൺ ഒക്കെ പേ ചെയ്യുന്നത്. എനിക്കറിയാം, ഞാനും അങ്ങനെയാണ് പേ ചെയ്യാറുള്ളത്. പലപ്പോഴും ചിലവരെങ്കിലും അവിടെ പോയി നേരിട്ട് പേ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഓൺലൈനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ടൈം സേവ് ചെയ്യാനും അതുപോലെ തന്നെ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കാമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ കാലം ഒരുപാട് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മളേലും കൂടുതൽ നന്നായിട്ട് ടെക്നോളജിനെ കുറിച്ച് അറിയാം. ആ സമയത്ത് നമ്മൾ അത് പഠിക്കാതെ പുറകോട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കാലം മാറുന്നതനുസരിച്ചുള്ള പുതിയ ടെക്നോളജീസ് പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉപയോഗിക്കാനും പഠിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ഇപ്പോൾ പോകുന്ന ജനറേഷനൊപ്പം പോകാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇത് വർത്താനം അമിതമായിട്ട് പറയുന്നവർക്കുള്ളൊരു ടിപ്പാണ് കേട്ടോ. സൈലൻ്റ് ആയിട്ട് അവർക്ക് വലിയ ഉപകാരമില്ല. സംസാരിക്കുക എന്നുള്ളത് എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കുഞ്ഞിലേ അത് ഞാൻ വെറുതെ എൻ്റെ ലൈഫിലുണ്ടായ വല്ല തമാശയോ സംഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ സംസാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന എന്തെങ്കിലും ഇൻഫോർമേഷനോ. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കേൾക്കുന്നില്ലേ, ഇതുപോലെ സംസാരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ ഇത്ര ഇഷ്ടം. കാരണം എനിക്ക് സംസാരിക്കാൻ പൊതുവേ നല്ല താല്പര്യം. പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മൾ അമിതമായി സംസാരിച്ച് നമ്മുടെ സമയം വേസ്റ്റായിട്ട് പോകാറുണ്ട്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല കാര്യങ്ങളല്ല, മറ്റുള്ളവരെക്കുറിച്ചും നാട്ടിലുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ള വ്യക്തികളെ കുറ്റങ്ങളും ഇതും പറഞ്ഞ് നമ്മുടെ ടൈം ഒരുപാട് നമ്മൾ ചിലപ്പോൾ അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കുക, ഫ്രണ്ട്സിനോട് വിളിച്ചിട്ട് കുറ്റം പറഞ്ഞിരിക്കുക. ഇങ്ങനെയുള്ള ഒരു ഉപകാരമില്ലാതെ വേസ്റ്റായിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളും സംസാരിച്ച് നിങ്ങൾ സമയം വേസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഉപകാരം തരാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ന് മുതൽ നിർത്താം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു രീതിക്ക് സമയം അങ്ങനെ ലാഭിക്കാം. ഇനി 9ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ സമയം മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് വേറെ ആർക്കും പറ്റില്ല. എനിക്ക് പോലും നിങ്ങളോട് എത്ര റുട്ടീൻ പറഞ്ഞു തന്നാലും എനിക്ക് നിങ്ങളുടെ സമയം മാനേജ് ചെയ്ത് തരാൻ പറ്റില്ല. അത് നമ്മൾ തന്നെ സ്വയം ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ സമയം മാനേജ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ എന്തായാലും ചെയ്ത് തീർക്കേണ്ട, എല്ലാ ദിവസവും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരിക്കും. അത് വീട്ടിലായാലും വർക്ക് റിലേറ്റഡ്, അതെന്താണെന്ന് നോക്കുക. 2ാമത്തെ കാര്യം, നമ്മൾ ചെയ്യണമെന്നാൽ അത്ര നിർബന്ധമൊന്നുമില്ലാത്ത ചില കാര്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി വയ്ക്കുക. 3ാമതായിട്ട്, നമ്മൾ തന്നെ സ്വയം കെയർ ചെയ്യാനും നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാനായിട്ടുള്ള കുറച്ച് സമയം. 4ാമത്, നമ്മുടെ ഫാമിലിയുടെ കൂടെ മാക്സിമം നല്ല സമയം, അതായത് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു 1 മണിക്കൂറെങ്കിലും അങ്ങനെ കിട്ടിയാൽ അത് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ടൈം നല്ല രീതിക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നോക്കുക, എപ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, മടി പിടിച്ചിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ചെക്ക് ചെയ്തിട്ട് നല്ലൊരു റുട്ടീൻ നിങ്ങൾ തന്നെ
സെറ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഒരു പീപ്പിൾ പ്ലീസർ ആവാതിരിക്കുക. പീപ്പിൾ പ്ലീസർ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വ്യക്തി ആവാനായിട്ട് ഫുൾ ടൈം ശ്രമിക്കുന്നവരെയാണ്. അതായത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, നമുക്ക് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും അത് തുറന്ന് പറയില്ല. ഒരാൾ പറയുന്ന ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് നോ പറയില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ല കുട്ടിയായിട്ട് നമ്മൾ പറയും, കുഞ്ഞിലെ കുട്ടികൾ മക്കളോട് പറയുന്ന കാര്യമാണ്, നല്ല കുട്ടികളായിട്ട് ഇരിക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടിയായിരിക്കണം, ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അവരെ വിഷമിപ്പിക്കരുത്. ഇങ്ങനെയുള്ള നമ്മൾ വളരെ നല്ല വ്യക്തികളായിട്ട് വളർന്നു വരികയും പിന്നീട് നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ കുറച്ച് വലുതായി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഇങ്ങനെ എല്ലാ നേരവും നമ്മളെല്ലാവരോടും യെസ് പറയുകയും അവരെ സന്തോഷിപ്പിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും മറന്നു പോവും. ഒരു പോയിന്റ് എത്തുമ്പോൾ ആ വ്യക്തികളൊന്നും നമ്മളെക്കുറിച്ച് ചിന്തിക്കില്ല. പിന്നീട് എന്ത് പറ്റും, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താ ചെയ്ത് എത്ര നാളെന്നുള്ളൊരു ഫ്രസ്ട്രേഷനും ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെ, പക്ഷേ നമ്മുടെ ലൈഫ് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ ലൈഫ് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നില്ല, നമ്മളെ തന്നെ കെയർ ചെയ്യാത്തതിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു നല്ല വ്യക്തിത്വമുള്ളവരായിരിക്കുക. നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ, നമ്മളെ തന്നെ കെയർ ചെയ്യുമ്പോൾ ഏത് കാര്യത്തിന് യെസ് പറയണമെന്നും ഏത് കാര്യത്തിന് നോ പറയണമെന്നും നമുക്ക് മനസ്സിലാവും. സൊസൈറ്റീനെയും മറ്റുള്ളവരെയും സംപ്രീതിപ്പെടുത്തി ജീവിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് സന്തോഷം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല വ്യക്തികളായിരിക്കുക, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കുക എന്ന് വിചാരിച്ച് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യത്തിന് ഒന്നിനും നോ യെസ് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളാവാതെ നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ചെറിയ ചെറിയ ടിപ്സ് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ടിപ്സ്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.